ഉത്സാഹവും ജീവിക്കാനുള്ള പ്രചോദനവും എല്ലാം ധൈര്യവും എല്ലാം ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അതേസമയം ആ മനസ്സിന്റെ ഉത്സാഹത്തെ നശിപ്പിക്കുന്നത്, മുന്നോട്ടുള്ള ജീവിത പ്രേരണയെ പുറകോട്ട് വലിപ്പിക്കുന്നതൊക്കെ മനസ്സിലുള്ള ഭയം, വിദ്വേഷം, ദുഃഖം തുടങ്ങിയിട്ടുള്ള അവശത തുടങ്ങിയിട്ടുള്ള വികാരങ്ങളാണ്. ഇത് രണ്ടും വേർതിരിച്ചറിയാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. മനസ്സാകുന്ന ഉപകരണമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും എന്നെ പിന്നോട്ട് വലിക്കുന്നതും. ഇത് ഞാൻ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ എന്നെ നശിപ്പിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ചെറുപ്പകാലങ്ങളിൽ തീർച്ചയായിട്ടും ശരീരത്തിന്റെ ഊർജം നമുക്ക് മാനസികമായി ഒരു ശക്തി തരും. അതുകൊണ്ടാണ് നമ്മൾ വിൽ പവർ എന്ന് പറയുക. പക്ഷെ പ്രായം കൂടുന്തോറും, മുന്നോട്ട് പോകുന്തോറും, നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അനുഭവങ്ങൾ വരാതിരിക്കുമ്പോൾ, നമ്മുടെ മോഹങ്ങൾക്ക് ഭംഗം വരുമ്പോൾ, ആ ഉത്സാഹവും ആവേശവും ശക്തിയൊക്കെ ചോരാൻ തുടങ്ങും. അപ്പോഴാണ് ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നതിന് പകരം പിന്നോട്ട് പോകുന്നത്. കൺഫ്യൂഷൻ മുഴുവൻ അവിടെ ആരംഭിക്കും. ഒന്നുകിൽ അലസനായിട്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടും, അല്ലെങ്കിൽ മദ്യം തുടങ്ങിയിട്ടുള്ള കൂട്ടുകെട്ടിൽ ചേരും. അങ്ങനെ ജീവിതം മുഴുവൻ സ്വയം നശിപ്പിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെന്ത് വേണം? ഞാൻ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കണം. ഭാഗവതം പറയുന്നു, നമ്മൾ ജനിച്ചപ്പോൾ തന്നെ മനസ്സിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ചിന്തനം കൂടിയിട്ടുണ്ട്. ഏതാണത്? ഭയം എന്ന വികാരമാണ്. ഇത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ കൂടെ വന്നതാണ്. അതുകൊണ്ടാണ് അമ്മയില്ലാതെ ഒരു ജീവിതമില്ല എന്നൊക്കെ നമുക്ക് തോന്നിയത്. ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് ഒക്കെ നമുക്ക് തോന്നിയത് അതെല്ലാ കുട്ടികളിലും ഉണ്ടായിരുന്നു. ഞാൻ സുരക്ഷിതനല്ല എന്നുള്ള തോന്നൽ. ഈ തോന്നൽ നമ്മുടെ ഉള്ളിൽ വളരെയധികം ഡീപ്പായിട്ട് അകത്തേക്ക് ചെന്നിട്ടുണ്ട്. ഇതിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ആധ്യാത്മിക നിഷ്ഠയിലൂടെ, ആധ്യാത്മിക ദൃഷ്ടിയിലൂടെ ജീവിതത്തെ നോക്കിക്കാണാൻ സാധിക്കണം. അപ്പം നമുക്ക് കാണാം, ഞാനും നിങ്ങളും ഭയന്ന് ജീവിക്കുമ്പോഴും, നമ്മൾ ഈ ഭയത്തെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും, പരമാർത്ഥം പുറമേയുള്ള ഒരാൾക്കും നമ്മുടെ ഭയത്തെ പരിഹരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇത് ശബരിമലയ്ക്ക് ഒരിക്കൽ ഒരു ഗ്രൂപ്പ് ആളുകൾ പോയപ്പോൾ ഗുരുസ്വാമിയുണ്ട്. ഗുരുസ്വാമിക്ക് ഒരു 10-70 വയസ്സായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കുറെ ശിഷ്യഗണങ്ങളുണ്ട്. എല്ലാവരും ഇങ്ങനെ പോകുന്ന സമയത്ത് രാത്രിയിൽ അവർ പമ്പ കഴിഞ്ഞിട്ടൊരു സ്ഥലത്ത് വിരിയൊക്കെ വെച്ചു. അന്ന് അവിടെ താമസിക്കാന്ന് വിചാരിച്ചു. മലയ്ക്ക് പിറ്റേ ദിവസം രാവിലെ കയറാൻ. അങ്ങനെ രാത്രി അവിടെ കിടക്കുമ്പോഴാണ് ആന എവിടെയോ ഓടാൻ തുടങ്ങിയെന്നുള്ള വിവരം ആളുകൾ പറയാൻ തുടങ്ങിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു, പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന്. ആ സമയത്ത് ഗുരുസ്വാമി പറയാണ്, പേടിയുള്ളവരൊക്കെ എന്റെ ചുറ്റും നിന്നോളൂ എന്ന്. പേടിയുള്ളവരൊക്കെ എന്റെ ചുറ്റും നിന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയാതെ പറഞ്ഞു, ഏറ്റവും പേടി എനിക്കാണെന്നുള്ളത്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. കുട്ടികളോട് നമ്മൾ അതാ പറയുന്നത്, മോനെ പേടിയുണ്ടെങ്കിൽ അച്ഛന്റെ കൂടെ നിന്നോളൂ, അമ്മയുടെ കൂടെ നിന്നോളൂ. അച്ഛൻ പേടിയുടെ ഉസ്താദാണ്, അമ്മ പേടിയിൽ അതിലപ്പുറമാണ്. ഒരു പേടിയിൽ മുക്തരാണോ? അല്ല. എന്നിട്ടും നമ്മൾ പറയുന്നു, നിങ്ങൾ എന്റെ കൂടെ നിന്നോളൂ, പേടിക്കണ്ട, ഞാനില്ലേ എന്ന്. നമ്മൾ സ്വയം പറയും, നിങ്ങൾ എന്തിനാ പേടിക്കുന്നതെന്ന്. അത് പറയാൻ തോന്നില്ലേ നമുക്ക്? അപ്പോ സ്വന്തം ജീവിതത്തെ തന്നെ മുക്തമാക്കാൻ പറ്റാത്ത നമ്മളാണ് മറ്റൊരാൾക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്, ഞാൻ നിങ്ങളുടെ പേടി അകറ്റിത്തരാന്നുള്ളത്. രാമകൃഷ്ണദേവൻ പറയും, എപ്പോഴാ ഈശ്വരൻ ചിരിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോ ഒരു ഡോക്ടർ പറയോ, ഞാനൊരു രോഗിയോട് ഡോക്ടർ പറയോ, നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചു തരാന്ന്. ആ രോഗിയുടെ അച്ഛനോടും അമ്മയോടും പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഇവനെ ഞാൻ രക്ഷിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ചിരിക്കും. അത്രേ. ഇയാൾക്ക് സ്വന്തം ജീവിതം രക്ഷിക്കാനേ അയാൾക്ക് സാധിക്കില്ല, ഇയാളെങ്ങനെ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു കടക്കാൻ തയ്യാറില്ലാത്തടത്തോളം കാലം മറ്റൊരാളുടെ ഭയത്തെ പരിഹരിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ എന്തു വേണം? ആധ്യാത്മികമായി നമ്മളിത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് എന്നിൽ ഭയം വരുന്നത്? അത് പരിഹരിക്കാൻ എന്താ മാർഗം? അപ്പൊ പറയുന്നു, ഭയം വരുന്നത് മനസ്സിലുള്ള
ദൗർബല്യത്തിൽ നിന്നാണ്. ദൗർബല്യമിരിക്കുന്നത് ഒരു തെറ്റായ ചിന്തയിൽ നിന്നാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നിനെയും അഭിമുഖീകരിക്കാനുള്ള ശക്തിയും കഴിവും അറിവുമില്ല എന്ന ഒരു ദൃഢമായ തോന്നലിൽ നിന്നാണ് ഭയം വരുന്നത്. അതിനെ പരിഹരിക്കാൻ എന്താ മാർഗം? അതിനെ പരിഹരിക്കാൻ മന്യേ അകുതശ്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്ദിഗ്നബുദ്ധേരസദാത്മഭാവാൽ വിശ്വാത്മനായത്ര നിവർത്തതേഭി. അച്യുതസ്യ പാദാംബുജോപാസനം. നിത്യവും അച്യുത തത്വത്തെ നല്ലവണ്ണം പ്രേമത്തോടുകൂടി സ്മരണം ചെയ്തുറപ്പിക്കുക. കൂടെ ഭഗവാനുണ്ടെങ്കിൽ ഞാൻ എന്തിന് ഭയക്കണമെന്ന് മനസ്സിനെ പറഞ്ഞ് പരിശീലിപ്പിക്കുക. അപ്പോൾ മനസ്സിനൊരു ധൈര്യം കിട്ടും, ഉത്സാഹം കിട്ടും, ഉണർവ് കിട്ടും. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഭാഗവതോത്തമന്മാരായിത്തീരും. ആരാ ഭാഗവതോത്തമൻ എന്ന് പറഞ്ഞാൽ? എല്ലാവരിലും ഈശ്വര ചൈതന്യത്തെ കാണാൻ നമുക്ക് സാധിക്കും. അതായത് നമ്മൾ ഈശ്വരൻ എന്ന സത്യം നമ്മളെ സംബന്ധിച്ച് ഒരു വിഗ്രഹത്തിലോ ഫോട്ടോയിലോ ഒതുങ്ങി നിൽക്കില്ല. എല്ലാവരെയും എല്ലാവരുമാക്കി തീർക്കുന്ന ശക്തിയാണ് ഈശ്വര ചൈതന്യം എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിത്തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളും എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഒരേ ഈശ്വര ചൈതന്യത്തിലാണെങ്കിൽ ശരീരങ്ങൾ വീണുപോയാലും ഈശ്വര ചൈതന്യത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഒരു വ്യക്തി ജനിക്കാം, ഒരു വ്യക്തി മരിക്കാം, പക്ഷേ വ്യക്തിയെ വ്യക്തിയാക്കുന്ന ഈശ്വര ചൈതന്യം, ഈശ്വര സത്ത എന്നും ഒരുപോലിരിക്കുന്നു എന്ന ബോധ്യം വരും. ആ ഒരു ബോധ്യത്തിലേക്ക് പടിപടിയായിട്ട് ഉയരാൻ മധ്യമനെയും പ്രാകൃതനെയും കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് ഈ തരങ്ങളിലേക്ക് ഉയരാൻ പറ്റുന്നില്ല? മായയാണ് തടസ്സം എന്ന് പറഞ്ഞു. മായ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമുക്ക് 2 കണ്ണ് തന്നിട്ടുണ്ട്. പക്ഷെ 2 കണ്ണിലൂടെയും കാഴ്ച ഒന്നാണ്. പക്ഷേ കണ്ണുകൾ ഉണ്ടാക്കിത്തരുന്ന അറിവിലാണ് കുഴപ്പമുണ്ടാക്കുന്നത്. കണ്ണുണ്ടാക്കിത്തരുന്ന ചെവിയിലൂടെ കേൾക്കുന്ന അറിവുകൾ നമ്മളോട് പറയുന്നു, ഇന്ന് നാം എന്ത് കാണുന്നു, ഇന്ന് നാം എന്ത് കേൾക്കുന്നു, അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കണ്ണുകൾ നമ്മളോട് പറയുകയാണ്. പിന്നെ അനുഭവത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നതൊന്നും എപ്പോഴും ഉണ്ടാവണം എന്നില്ല. അപ്പൊ പിന്നെ ചോദ്യം ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, കൂടെ ആരാണ് ഉള്ളത് എന്നുള്ളത്. അവിടെയാണ് എപ്പോഴും നമ്മെ നാമാക്കി തീർക്കുന്ന ആ ഈശ്വര ശക്തി, അത് മാത്രമാണ് എപ്പോഴും കൂടെയുള്ളതെന്ന് നല്ലവണ്ണം ഉറപ്പിക്കുന്ന ഒരാൾക്ക് ഇതിനെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഒരു ഗുരുവിലൂടെ ഇത് പരിഹരിക്കാൻ സാധിക്കും. ഏത് ഗുരുവിലൂടെ? ഭാഗവതമാകുന്ന ഗുരുവിനെ ശരണം പ്രാപിക്കൂ. എങ്ങനെയാണ് ഭാഗവതമാകുന്ന ഗുരുവിനെ ശരണം പ്രാപിക്കുക? ഒരു പട്ടിൽ പൊതിഞ്ഞ് ദിവസവും കർപ്പൂരം കാണിച്ച് ഒരു ചന്ദനത്തിരി കാണിച്ച് വെച്ച് മതിയോ? അല്ലെങ്കിൽ ഇനി അടുത്ത കൊല്ലം ഇടപ്പള്ളിയിൽ സപ്താഹം വരുമ്പോൾ തുറന്നാൽ മതിയോ? അത് മതിയോ? ഭാഗവതം പോരാപരിയാണ്. പിന്നെന്താ ചെയ്യേണ്ടത്? ദിവസവും ഭാഗവതം വായിക്കണം, അത് മനസ്സിലാക്കണം, എഴുതി പഠിക്കണം, എന്താണ് ഏതാണ് പറയുന്നതെന്നൊക്കെ. അങ്ങനെ പഠിക്കാൻ എളുപ്പത്തിൽ ഇപ്പോൾ ഒരു സൗകര്യമുണ്ട്. ഇവിടെ CD ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ ഓരോ സെറ്റും മേടിക്കുക, എന്നിട്ട് കേൾക്കുക, നല്ലവണ്ണം പഠിക്കുക. അത് തന്നെയുള്ള മാർഗം. അങ്ങനെ പഠിച്ച് അത് ഉറച്ചു കിട്ടും. പിന്നെ ഉറച്ചു കിട്ടിയാൽ പിന്നെ സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാലും പിന്നെ നമ്മളെ ഇളക്കാൻ പറ്റില്ല. നമുക്ക് നല്ല ബോധ്യം വരും. ഞാൻ പേടിക്കേണ്ട ഒരാവശ്യമില്ല. പേടിച്ചാലും ഞാൻ ചാവും, പേടിച്ചിട്ടില്ലെങ്കിലും ചത്തുപോകും. അതുകൊണ്ട് പേടിക്കാതെ നന്നായിട്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളത് അത് ബോധ്യം വരും നമുക്ക്. ഇപ്രകാരം പറഞ്ഞപ്പോൾ ചോദിച്ചു, അപ്പൊ ഈ ഗുരുവിനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു ശ്രവണം, കീർത്തനം, ധ്യാനം എന്ന്. ശ്രവണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതാണ്. അത് പിന്നെ നിവൃത്തിയില്ല, 7 ദിവസം കേട്ടേ പറ്റുള്ളൂ. കീർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ എപ്പോഴും ഭാഗവതം ഇരുന്ന് വായിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് പോട്ടെ, ഒരു പേജെങ്കിലും വായിക്കാമെന്ന് വിചാരിക്കാം. ഇനി ഒരു പേജും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞൊരു ദിവസം, അറ്റ്ലീസ്റ്റ് ഒരു അര പേജെങ്കിലും വായിക്കാമെന്ന് വിചാരിക്കുക. അതും പറ്റിയിട്ടില്ലെങ്കിൽ അതും ഒഴിവാക്കിയിട്ട് ഒരു ശ്ലോകം വായിക്കാമെന്ന് വിചാരിക്കുക. അതും പറ്റിയിട്ടില്ലെങ്കിൽ അര ശ്ലോകം വായിക്കാമെന്ന് വിചാരിക്കുക. അതും പറ്റിയിട്ടെങ്കിൽ ഒന്ന് കിട്ടുമ്പോൾ ശരിക്കും വായിക്കാൻ തോന്നും. ഭഗവാനതുള്ള അവസരം ഒരുക്കി തരും. അതുവരെ കൊണ്ടു നടക്കരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ നിശ്ചയിച്ചാൽ തന്നെ കൂടെ ധ്യാനവും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ, എന്നാൽ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് അടുത്ത ചോദ്യം ചോദിച്ചപ്പോ അതിനുത്തരം പറയാണ് പിപ്പലായനൻ. പിപ്പലം എന്ന് പറഞ്ഞാൽ ആൽവൃക്ഷം എന്നാണ്. ആൽവൃക്ഷത്തിനൊരു പ്രത്യേകത ഉണ്ട്. സകല വിത്തുകളിലും വെച്ച് അതിന്റെ വിത്ത് വളരെ ചെറുതാണ്. നിങ്ങൾ ആൽവൃക്ഷ വിത്ത് കണ്ടിട്ടെങ്കിൽ
ഒരു വിത്തിന്റെ ഉള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ചെറിയ വിത്തുകൾ, കടുകുമണിയേക്കാൾ ചെറുതാണ് ആൽവൃക്ഷത്തിന്റെ വിത്ത്. അത് മുളച്ചു കഴിഞ്ഞാലോ ഏറ്റവും വലിയ വൃക്ഷം, എത്രയോ കാലം നിലനിൽക്കുന്ന 300, 400, 500, 600 വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന ആൽവൃക്ഷങ്ങളുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ 700, 800 വർഷമൊക്കെ ആയുസ്സുണ്ട് അവന്. നമ്മളേക്ക് ആയുസ് നോക്കുമ്പം അവന്റെ മുന്നിൽ നമ്മളൊക്കെ ഒരു നിസ്സാരാണ്. 700 വർഷമൊക്കെ ഒരു ആൽവൃക്ഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഗംഭീരായിരിക്കും. അപ്പോ അങ്ങനെയൊരു ആൽവൃക്ഷത്തിന്റെ പേരുള്ള പിപ്പലായനാണ് ഉത്തരം പറയുന്നത്. അപ്പൊ എന്താണ് ഈ പിപ്പലായനെ കൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയിപ്പിച്ചത്? ധ്യാനത്തിന് പല പടികളുണ്ട്. അതിനാദ്യത്തെ പടി എന്ന് പറയുന്നത്, സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫാണ്. ഒരു സമയം നമ്മൾ അതിന് തെരഞ്ഞെടുത്തേ പറ്റുള്ളൂ. ഞാൻ ഇത്ര മണിക്ക് എണീക്കും, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്റെ ജീവിതത്തിൽ ധ്യാനം ചെയ്തിരിക്കും എന്നങ്ങോട്ട് ഉറപ്പിക്കണം. അതില്ലാത്തൊരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഡെവലപ്മെന്റ് സാധ്യമല്ല. നമ്മൾ വിചാരിക്കാൻ തോന്നിയ സമയത്ത് എണീക്കാൻ, തോന്നിയ സമയത്ത് നാമൻ സാധ്യമല്ലത്. അല്ല സ്വാമി, ഇപ്പൊ മോർണിംഗ് ഷിഫ്റ്റിലാണ് ഒരാൾ ജോലി ചെയ്യുന്നെങ്കിൽ അയാൾക്കിപ്പോ 4 മണിക്ക് എണീറ്റൊക്കെ ധ്യാനം ചെയ്യാൻ പറ്റുമോ? വേണമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ എണീക്കല്ലോ ഒരു സമയത്ത്. ആ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം അതിനുവേണ്ടി ഞാൻ ചെലവഴിച്ചിരിക്കും എന്നങ്ങോട്ട് നിശ്ചയിക്കണം. 8:30 മുതൽ 9 മണി വരെ ഇന്ദുമുഖിയും ചന്ദ്രമുഖിയും കാണാൻ നമ്മൾ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നില്ലേ? അല്ലെങ്കിൽ എന്താണ് സന്താനമാണ് അറിയില്ല, സന്താന ഗോപാലം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ സമയം ചെലവഴിക്കുന്നില്ലേ? അപ്പൊ അതിനൊക്കെ അരമണിക്കൂർ നമുക്ക് ധ്യാനം ചെയ്യാൻ സമയം കണ്ടെത്താന്നുണ്ടെങ്കിൽ ഇതിനും അരമണിക്കൂറോ സമയം കണ്ടെത്തണം. ശരി, ഒന്നാമത്തത് ഒരു ഡിസിപ്ലിനാണ്. ഇനി രണ്ടാമത്തത് അതിനു വേണ്ടിയൊരു സ്ഥലമാണ്. ഒരു സ്ഥലം, അത് മിക്കവാറും നമുക്കൊക്കെ പൂജാമുറികളുണ്ടെങ്കിൽ അവിടെയായിരിക്കും ഉചിതമായിട്ടുള്ള സ്ഥലം. എന്തിനാ അങ്ങനെ സ്ഥലം പറയുന്നത്? ആ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ അവിടെ ധ്യാനം പരിശീലിക്കാൻ തുടങ്ങിയാൽ ഒരു വൈബ്രേഷൻ നമ്മളിൽ നിന്നും അവിടെ വരും. പിന്നീട് അവിടെ പോയി ഇരിക്കുന്ന ഏതൊരാൾക്കും ഒരു ശാന്തി ഫീൽ ചെയ്യാൻ തുടങ്ങുന്നവരെയാണ്. അതുകൊണ്ടാണ് ഹിമാലയത്തിലൊക്കെ നമ്മൾ പോയാൽ ശാന്തി കിട്ടുന്നത്. എത്രയോ ഋഷീശ്വരന്മാര് തപസ് ചെയ്ത ഭൂമിയാണത്. അപ്പൊ അവരുടെ തപസ്സിന്റെ ശക്തി കൊണ്ട് തന്നെ ആ അന്തരീക്ഷത്തിലൊരു വൈബ്രേഷൻ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കള്ള് ഷാപ്പിൽ പോയാൽ ധ്യാനം ചെയ്യാൻ പറ്റുമോ? നല്ല വൈബ്രേഷൻ ആയിരിക്കും അവിടെ. തിയേറ്ററിൽ പോയിട്ട് നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെയൊന്നും പറ്റില്ല. ക്ഷേത്രങ്ങളാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രം അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ, അപ്പോ ഒന്നാമത്തത് സമയമാണ്, രണ്ടാമത്തതൊരു സ്ഥലമാണ്. അല്ല സ്വാമി, ആകെ അടുക്കളയും ഒരു മുറിയുള്ള എവിടെ ഇരുന്നിട്ടാ ധ്യാനം ചെയ്യുക? അങ്ങനെയുണ്ടല്ലോ ബുദ്ധിമുട്ട്. ഒരു സ്ഥലം, അതിനായിട്ടൊരു ചെറിയൊരു സ്ഥലം നമ്മൾ തെരഞ്ഞെടുക്കണമെന്ന് പറയാണ്. ഇനി മൂന്നാമത്തതാണ് കുറേയും കൂടിയും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നിവർന്നിരിക്കുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈശ്വരീയമാക്കി തീർക്കാൻ മനസ്സിൽ ഏതെങ്കിലും ഒരു ഈശ്വര രൂപത്തെ കണ്ടുകൊണ്ട് ഒരു മന്ത്രവും ജപിച്ചുകൊണ്ട് മനസ്സിനെ അഭ്യസിപ്പിക്കുക. എല്ലാ ചിന്തകളും മാറ്റിവെച്ച് മനസ്സിനെ ഒരു ഭാഗത്ത് ഏകാഗ്രമാക്കാൻ എളുപ്പം പറ്റിയൊരു മാർഗമാണ് ഒരു രൂപത്തെയും ഒരു മന്ത്രത്തെയും ചൊല്ലേണ്ടത്. ആരെപ്പോലെ? ധ്രുവനെപ്പോലെ. ഭഗവാന്റെ ശംഖചക്ര ഗദാരൂപത്തെ കണ്ടുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊരു മന്ത്രവും ചൊല്ലിക്കൊണ്ടിരുന്ന ധ്രുവന്റെ കഥ നമ്മൾ കേൾക്കണ്ടായി. അപ്പോ ഇവിടെ ഏത് മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത്? ഏത് മന്ത്രമാണോ നമുക്ക് ചൊല്ലാൻ താല്പര്യം അത് ചൊല്ലാന്ന് പറയാണ്. അപ്പൊ രൂപവും മന്ത്രവും ഇത് നമ്മൾ നിരന്തരം കൊണ്ടു നടക്കാൻ സാധിച്ചാൽ മന്ത്രം സ്വാഭാവികമായി തീരും നമ്മുടെ ഉള്ളിൽ വരെയാണ്. അപ്പൊ അങ്ങനെ പരിശീലിക്കണം മനസ്സിനെ. ഏത് മന്ത്രമാണ് ഏറ്റവും ഉചിതമായൊരു മന്ത്രം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഈ കലികാലത്തിൽ ഏറ്റവും ശക്തിയേറിയൊരു മന്ത്രമാണ് മഹാമന്ത്രം എന്നറിയപ്പെടുന്ന മന്ത്രം. ഏതാണത്? ഈ മന്ത്രത്തെക്കുറിച്ച് സംവാദം വരും. ഒരു ഉപനിഷത്ത് പറയും, കലിസന്തോപനിഷത്ത് ഒരു ഉപനിഷത്തുണ്ട്. അതില് നാരദ മഹർഷി ബ്രഹ്മാവിന്റെ അടുത്ത് പോവുകയാണ്. എന്നിട്ട് ബ്രഹ്മാവിനോട് ചോദിക്കും, ബ്രഹ്മാവെ, കലികാലമല്ലേ വരുന്നത്? അന്ന് കലികാലം വന്നിട്ടില്ല. ഈ കലികാലത്തിൽ ആളുകൾക്ക് മനസ്സിനെ ശാന്തമാക്കാൻ ഏറ്റവും ശക്തിയേറിയ മന്ത്രം ഏതാണെന്ന്. അപ്പൊ ബ്രഹ്മാവ് പറയും, എന്റെ പുത്ര നാരദ, അതിനേറ്റവും ശക്തിയേറിയ മന്ത്രമാണ് മന്ത്രങ്ങളിൽ വെച്ച് മഹാമന്ത്രമായിരിക്കുന്ന അനുഷ്ടുപ്പ് വൃത്തത്തിൽ പറഞ്ഞിട്ടുള്ള മന്ത്രമായ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
അപ്പൊ ചോദിച്ചു, വേദമന്ത്രങ്ങൾ ചൊല്ലാൻ അധികാരിത്വമുണ്ടല്ലോ, സമയമുണ്ടല്ലോ, ഈ മന്ത്രത്തിനും അങ്ങനെ അധികാരി ഭേദവും സമയവും ഒക്കെ ഉണ്ടോന്നും. അതായത് വേദമന്ത്രം ചൊല്ലാൻ എല്ലാവർക്കും അധികാരമില്ല, അതിന് യോഗ്യത വേണം. വേദങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ എല്ലാ മന്ത്രവും എപ്പോഴും ചൊല്ലാൻ പറ്റില്ല. ഇപ്പൊ പുരുഷ സൂക്തം അത് രാവിലെ ചൊല്ലേണ്ട മന്ത്രമാണ്, അത് തോന്നിയ സമയത്ത് ചൊല്ലാൻ പാടില്ല. അപ്പൊ വേദങ്ങളിൽ ഇങ്ങനെയൊക്കെ ചില നിഷ്കർഷകളുണ്ട്. ഏത് മന്ത്രം ആര് ചൊല്ലണം, എവിടെ ചൊല്ലണം, എപ്പം ചൊല്ലണം. അപ്പൊ ഈ മന്ത്രത്തിലും അതുപോലെ നിയമമുണ്ടോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതിനും ഒരു നിയമമുണ്ട് എന്ന്. അപ്പൊ നാരദ മഹർഷിക്ക് വളരെ ഔത്സുക്യമായി, എന്താവോ നിയമം എന്നുള്ളത്. ഇനി മരിച്ചു കഴിഞ്ഞാൽ പോലെ ഉണ്ടെങ്കിൽ ചൊല്ലാൻ പാടില്ല, വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ അപ്പോൾ അവര് പുറത്തായി കഴിഞ്ഞാൽ ചൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പ്രസവിച്ചതിന്റെ വല്ല പൊലയുണ്ടെങ്കിൽ ചൊല്ലാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇതിൽ ഉണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി ചെവി കൂർപ്പിച്ചിരുന്നു, എന്താവോ ഇതിലുള്ളൊരു നിയമം. അപ്പൊ ബ്രഹ്മാവ് പറയാണ്, ഇതിന്റെ നിയമം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിയമവും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നിയമം. അതായത് ആർക്കും എവിടെ വെച്ചും എപ്പോഴും എങ്ങനെയും ചൊല്ലാൻ. ഓഹോ, അപ്പോ ബാത്റൂമിൽ പോകുമ്പോ, ടോയ്ലറ്റ് പോകുമ്പോഴേ ചൊല്ലാം, പിന്നെണ്ടോ ബാത്റൂമിൽ പോകുമ്പോൾ എവിടെ വേണമെങ്കിലും ചൊല്ലാൻ പറ്റിയ മന്ത്രമാണ് ഈ മഹാമന്ത്രം. അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചു, ഇത് എത്ര ചൊല്ലണമെന്ന്. അധികമൊന്നും ചൊല്ലണ്ട, ഒരു 3 കോടി മന്ത്രം ചൊല്ലിയാൽ മതി. എന്നാ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മുക്തി കിട്ടുമെന്ന്. അത് ശരിയാ സ്വാമി, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൊല്ലിക്കൊണ്ടിരുന്ന മുക്തി ഉറപ്പാണ്. അപ്പോ എത്രത്തോളം നമുക്ക് ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലാം. അപ്പൊ എളുപ്പം മനസ്സിനെ ശാന്തമാക്കാൻ പറ്റിയ മന്ത്രമാണ് ഈ മന്ത്രം. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ, അങ്ങനെ ധ്യാനത്തിന്റെ ഒരു ഘട്ടം നമ്മൾ കഴിഞ്ഞാൽ വീണ്ടും അവിടം കൊണ്ട് തീരരുത് ധ്യാനം. പിന്നെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കാൻ പരിശീലിക്കണം. ധ്യാനം ചെയ്യുമ്പോഴേ അറിയുള്ളൂ മനസ്സിന്റെ എല്ലാ കുഴപ്പങ്ങളും, വേണ്ടാത്ത ചിന്തകളൊക്കെ അപ്പോഴാ പൊങ്ങി വരിക. എന്തൊക്കെ കുരുത്തക്കേടുകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ അവനൊക്കെ അങ്ങനെ പൊങ്ങി വരും. നീ ഇന്ന ദിവസം നീ ഇന്ന കുരുത്തക്കേട് ചെയ്തിട്ടില്ലേ, മനസ്സിങ്ങനെ ചോദിക്കും. നീ ഇന്ന ആളോട് ഇന്നത് പറഞ്ഞ് ചെയ്തിട്ടില്ലല്ലോ, നീ തോന്നിവാസല്ലേ ചെയ്തു, മനസ്സ് നമ്മളോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ പറയും, എന്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവണം, എനിക്ക് ധ്യാനമൊന്നും പറ്റില്ല. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലെ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഒരു കോളേജ് വിദ്യാർത്ഥി സ്വാമിജിയോട് വന്നിട്ട് പറയാണ്, സ്വാമിജി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മെഡിറ്റേറ്റ് എന്ന്. സ്വാമിജി ചോദിച്ചു, വാട്ട് ഹാപ്പൻ? അദ്ദേഹം പറയുന്നത്, whenever I sit for meditation my mind get all the unwanted thoughts, ugly thoughts, I'm getting more disturbed. സ്വാമിജി, what should I do? ഉടനെ സ്വാമിജി പറയാം, you are most lucky fellow. ഹൈ സ്വാമിജി, മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവണമാണോ ലക്കി എന്ന് പറയുന്നതെന്ന്, ഇങ്ങനെ എന്നെ കളിയാക്കരുത് സ്വാമിജി എന്ന്. ഉടനെ സ്വാമിജി പറഞ്ഞു, you are so great because at least you know you have got a mind and that mind is getting disturbed. Many fools, they don't know they have got a mind and it is getting disturbed. അതാണ് പരമാർത്ഥം. ഭൂരിപക്ഷ ആളുകൾക്ക് അറിയില്ല എന്റെ മനസ്സെനിക്ക് കുഴപ്പമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അത് നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അറ്റ്ലീസ്റ്റ് നിനക്കത് മനസ്സിലായല്ലോ നിന്റെ മനസ്സ് നിനക്ക് കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. അത് തന്നെ ജീവിതത്തിന്റെ ഒരു വലിയ സക്സസ് ആണെന്നാണ് സ്വാമിജി പറയുന്നത്. അപ്പൊ ധ്യാനിക്കാനിരിക്കുമ്പോ വേണ്ടാത്ത ചിന്തകളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിൽ പറയാ, ഓ ഇത്രയും സാധനങ്ങൾ എന്റെ ഉള്ളിലുണ്ടെന്ന്, അറ്റ്ലീസ്റ്റ് അതെങ്കിലും എനിക്ക് അറിയാൻ പറ്റിയല്ലോ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഈ പഴയ, പ്രത്യേകിച്ച് നിങ്ങൾ ആലയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ആലയിലോ അല്ലെങ്കിൽ ഈ റിപ്പയറിംഗ് സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ, വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ വർക്ക്ഷോപ്പ് ജോലി ചെയ്യുന്ന ആളുടെ പെട്ടി, ചെറിയ ചെറിയ സ്ക്രൂ ഡ്രൈവറുകളുടെ സാധനങ്ങളൊക്കെ, അയാളൊരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ അതിന്ന് ഇല്ലാത്ത കുണ്ടാമണ്ടികളൊക്കെ പുറത്തു വരും. പല സൈസ് സ്ക്രൂകൾ, അത് ഇത് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ്, എന്തിനാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാറില്ലേ, അതുപോലെ സാധനങ്ങളൊക്കെ പുറത്തു വരും. പെട്ടി ചെറുതായിരിക്കും, അതിന്റെ ഉള്ളിൽ എത്രയാ സാധനങ്ങൾ ഉണ്ടാവുമോ നോക്കൂ. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇതുപോലുള്ള ചിന്തകളൊക്കെ വരും എന്ന് നമ്മൾ ധ്യാനം ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രതിപക്ഷ ഭാവന എന്ന് പറയും ശങ്കരാചാര്യ സ്വാമികൾ. എന്ന് വെച്ചാൽ വേണ്ടാത്ത ചിന്തകളെയൊക്കെ അഭിമുഖീകരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. മനസ്സിൽ അങ്ങനെയൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യുക? സ്വയം മനസ്സിനോട് ചോദിക്കണം. വേണ്ടപ്പെട്ട ഒരാൾ എന്നെ വെറുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ അഭിമുഖീകരിക്കും? നാളെ എന്നെ ആർക്കും വേണ്ടാതായാൽ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? നാളെ ഞാൻ കഴിവില്ലാത്തവനായാൽ എങ്ങനെ അഭിമുഖീകരിക്കും? ഇതൊക്കെ സ്വയം മനസ്സിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിനൊന്നും ഉത്തരം കണ്ടെത്താൻ പറ്റാതെ ആകെ കറങ്ങാൻ തുടങ്ങും. അങ്ങനെയുള്ള മനസ്സിനോട് നമ്മൾ പറയണം, ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ കൈവിട്ടു പോയാലും മനസ്സേ
ഭഗവാൻ മാത്രമാണ് കൂടെയുള്ളത്. കാരണം നീ പോലും ഇരിക്കുന്നത് ആരിലാണ്? ഈശ്വര ചൈതന്യത്തിലാണ്. ഭഗവത് ചൈതന്യമില്ലായിരുന്നുവെങ്കിൽ ഒരു ചിന്തകൾ പോലും നിന്നിൽ ഉണ്ടാക്കാനോ നിനക്ക് ചിന്തിക്കാനോ സാധ്യമല്ല. അതല്ലേ പരമാർത്ഥം. ആ ഭഗവത് ചൈതന്യം ഈ ശരീരത്തിൽ സജീവമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഓരോ ചിന്തകളെ ചിന്തിക്കുന്നത്, ആ ചിന്തകളെ നിലനിർത്തുന്നത്, ചിന്തകളെ വിടുന്നത്. ഭഗവത് ചൈതന്യമില്ലായിരുന്നു എങ്കിൽ മനസ്സ് എത്ര വിചാരിച്ചാലും ഒന്നും ചിന്തിക്കാൻ സാധ്യമല്ല. ശരിയല്ല, ചിന്തിക്കും. അങ്ങനെ മനസ്സിനെ പറഞ്ഞ് ഒരാൾ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് മനസ്സ് ചോദിക്കുമ്പോൾ മനസ്സിനോട് തിരിച്ചുത്തരം പറയണം. നീ പോലും നിൽക്കുന്നത് ഈശ്വരനിലാണെങ്കിൽ ഈശ്വരൻ മാത്രമാണ് എപ്പോഴും കൂടെയുള്ളതെന്ന് മനസ്സെ നീ ധൈര്യമായിട്ട് ഉറപ്പിച്ചു വെക്കൂ. ആ ഭഗവാനെ പ്രേമിക്കാൻ, സ്നേഹിക്കാൻ നീ പരിശീലിക്കൂ. അങ്ങനെ മനസ്സിനെ എക്സ്ട്രോവേർട്ടായതിനെ ഇൻട്രോവേർട്ടാക്കണമെന്ന് ആചാര്യന്മാർ പറയും. എന്നുവെച്ചാൽ പ്രതിപക്ഷ ഭാവനയോടുകൂടിയിട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് അനുഭവങ്ങളെയും അഭിമുഖീകരിക്കാനും അതിനെ തരണം ചെയ്യാനും നമുക്ക് സാധിക്കുമെന്ന്, ധ്യാനത്തിലൂടെ സാധിക്കുമെന്ന് ആചാര്യന്മാർ ഉറപ്പു പറയാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മൾ കടന്നു പോകുമ്പോൾ അവസാനം നമുക്കുണ്ടാവുന്ന അനുഭൂതിയാണ് ഇവിടെ എല്ലാ മനസ്സുകളും ശരീരങ്ങളും ഇരിക്കുന്നത് ഒരേ ഈശ്വര ചൈതന്യത്തിലാണ്. ശരീരങ്ങളൊക്കെ വെള്ളത്തിലെ പോള പോലെ അത് വരണു, നിലനിൽക്കണു, വീണ്ടും ലയിച്ചു പോകണു. പക്ഷെ വെള്ളമില്ലായിരുന്നുവെങ്കിൽ നീർപ്പോളകൾക്ക് വരാനോ നിലനിൽക്കാനോ പോവാനോ സാധ്യമല്ല. ഇതുപോലെ ആ അനന്തമായ ഈശ്വര ചൈതന്യത്തിലാണ് ഓരോ ശരീരങ്ങൾ വരുന്നതും പോകുന്നതും. ഒരേ നൂലിലാണ് വ്യത്യസ്ത പൂക്കൾ കോർത്തിരിക്കുന്ന മാല വന്നിരിക്കുന്നത്. മാലയിലെ പൂക്കൾ കൊഴിഞ്ഞുപോയാലും നൂലിനൊന്നും സംഭവിക്കുന്നില്ല എന്ന സത്യം നമ്മളിൽ ദൃഢമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം ആനന്ദ ഉത്സവമായി തീർന്നു എന്ന് ധ്യാനത്തിലൂടെ പറയണം. ഇങ്ങനെ പറഞ്ഞപ്പോ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അപ്പോ തീരെ മനസ്സിന് ശാന്തിയില്ലാത്ത ആളുകൾ, അശാന്തകാമാനം കാനിഷ്ഠ, അവരെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറയാണ്, തീരെ ശാന്തിയില്ലാത്തവര് മനസ്സിനെ പാകതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കർമ്മയോഗം അനുഷ്ഠിക്കണം എന്ന് പറയണം. നമുക്ക് രണ്ട് രീതിയിൽ ജീവിതം നയിക്കാം. ഒന്ന് കർമ്മം ചെയ്തും ജീവിക്കാം, രണ്ട് കർമ്മയോഗം ചെയ്തും ജീവിക്കാം. എന്താ കർമ്മം ചെയ്ത് ജീവിക്കുക പറഞ്ഞാൽ, ആസ് യൂഷ്വൽ നമ്മൾ ജനിച്ചു, ജീവിക്കണു, കല്യാണം കഴിച്ചു, ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കണു, മക്കളായിട്ട് ജീവിക്കണു, അവരെയൊക്കെ നോക്കണു, പഠിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനെ കർമ്മം എന്ന് പറയും. എന്നാൽ അതേ പ്രവൃത്തികൾ ഈശ്വരപ്രേമത്തിലൂടെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ അതിനെ കർമ്മയോഗം എന്ന് വിളിക്കും. യോഗം എന്ന് പറഞ്ഞാൽ ഭക്തി എന്നാണ് അർത്ഥം. യോഗം എന്ന് പറഞ്ഞാൽ പ്രേമം എന്നാണ് അർത്ഥം. ഭഗവത് പ്രേമത്തിലൂന്നിയിട്ട് ഇന്നലെ പറഞ്ഞില്ലേ, നാരായണായേതി സമർപ്പയേതത്, നാരായണ പ്രേമത്തിലൂന്നിയിട്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടു നടക്കുന്നതിനെ കർമ്മയോഗം എന്ന് പറയും. അങ്ങനെ കർമ്മയോഗം ചെയ്താൽ എളുപ്പത്തിൽ മനസ്സിനെ ശാന്തിയിലേക്ക് നയിക്കാം എന്ന് പറഞ്ഞപ്പോ അവസാനം ചോദിച്ചു, തീരെ ശാന്തിയില്ലാത്തവരെന്ത് ചെയ്യണം? കർമ്മയോഗം ചെയ്താലും മനസ്സിന് ശാന്തി വരുന്നില്ല. കാരണം ഓഫീസിലെത്തുമ്പോൾ നാരായണൻ എന്നും ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഓർമ്മ വരുന്നത് ഈ ദുരിതം പിടിച്ച മാനേജർ എന്നാവോ ചത്തുപോവാന്ന്, എന്നാലേ എനിക്കൊരു ശാന്തി കിട്ടുള്ളൂ എന്നാണ്. അയാളെ ശപിക്കാനാണ് അപ്പം തോന്നുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് വേറെ വല്ല ചിന്തയാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ വീട്ടിലെത്തുമ്പോഴേക്ക് ഈശ്വര ഇനി നരകത്തിലേക്കാണല്ലോ എന്നെ കൊണ്ടുവിടുന്നത് എന്നാണ്. ഇങ്ങനെയൊക്കെ ചിന്ത വരുന്നു. സാർ എന്താ എനിക്ക് കർമ്മയോഗമൊന്നും തോന്നുന്നില്ലല്ലോ, ഈശ്വരനൊന്നും വിചാരിക്കാൻ തോന്നുന്നില്ലല്ലോ. കാരണം ജീവിതാജ്ഞയായിപ്പോയി. എന്റെ തലയിലെഴുത്താണ്. നല്ല സ്നേഹിക്കുന്നൊരു കുടുംബമില്ല, സ്നേഹിക്കുന്നൊരു മാനേജറില്ല. അങ്ങനെയൊക്കെ പ്രതികൂലമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞു, തീരെ ശാന്തിയില്ലാത്തവരാണെങ്കിൽ എളുപ്പമായിട്ട് ശാന്തി കിട്ടാനുള്ള മാർഗമാണ്. ആ കാലഘട്ടത്തിൽ ക്ഷേത്ര സംസ്കാരം ഉണ്ടായിരുന്നില്ല, അന്ന് യാഗസംസ്കാരമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ചമസൻ എന്ന് പറയുന്ന ആചാര്യൻ യാഗം ചെയ്യാൻ പറയാണ്. ഇന്നിപ്പം നമ്മളതിനെ വ്യാഖ്യാനിക്കുമ്പോൾ മാറ്റണം. കാരണം അന്ന് യാഗങ്ങൾ പതിവായിട്ട് നടക്കാറുണ്ടായിരുന്നു. ഈ ഭാഗവതം എഴുതുന്ന 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതേ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിലെ ജീവിത രീതി ഇന്നത്തെ ജീവിത രീതിയും വ്യത്യസ്തമാണ്. അപ്പൊ ഇന്ന് തീരെ ശാന്തിയില്ലാത്തവർക്ക് എളുപ്പമായിട്ടുള്ളൊരു മാർഗമാണ് ക്ഷേത്ര സംസ്കാരം എന്ന് പറയുന്നത്. രാവിലെ തന്നെ അമ്പലത്തിൽ പോവുക, ഒരു 4 മണിക്ക് എണീറ്റിട്ട് പോവുക, എന്നിട്ട് ഒരു 21 വട്ടം പ്രദക്ഷിണം വയ്ക്കുക, അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അതൊക്കെ തന്നെയാണ് എളുപ്പം ശാന്തി കിട്ടാനുള്ള മാർഗം. അപ്പൊ വീട്ടിലിരുന്ന ഉറക്കവും വരില്ല,
അമ്പലത്തിൽ ചെന്നാൽ 2 കാര്യമുണ്ട്. എപ്പം പോകണം അമ്പലത്തിൽ? 7 മണിക്ക് ശേഷം അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല. രാവിലെ അതിനു മുമ്പ് പോകണം. 7 മണിക്ക് ശേഷം അമ്പലത്തിൽ പോകുമ്പോഴേക്കും ആ അമ്പലത്തിന്റെ അന്തരീക്ഷമൊക്കെ മാറിക്കഴിഞ്ഞു പറയാണ്. പിന്നെ വെറുതെ ചടങ്ങായിട്ട് 10 പേരെ ബോധിപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ എത്തുന്നത് എന്നുള്ളൊരു അക്കൗണ്ടിൽ പേരിടാനായിട്ട് പോവാം. അങ്ങനെ നമ്മൾ പോയതുകൊണ്ട് ഭഗവാൻ നമ്മളെ അക്കൗണ്ടിൽ നോക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ഭഗവാൻ അങ്ങനെ നമ്മൾ വന്നു എന്ന് വെച്ചിട്ടോ വന്നില്ല എന്ന് വെച്ചിട്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിലൊക്കെ പോയി ഒരു 21 വട്ടമൊക്കെ പ്രദക്ഷിണം വെച്ച് അങ്ങനെയൊക്കെ പോകണം. അല്ല സ്വാമി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീറ്റാലേ പോകാൻ പറ്റുള്ളൂ? അതൊരു ദിവസം എണീക്കും. എന്നാ എണീക്കാതെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈശ്വരൻ ഒരു അനുഭവം തരും. അപ്പൊ പിന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കാനുള്ള പ്രേരണ വരുന്നു പറയാണ്. അത് വരുന്നതിന് മുമ്പ് തന്നെ അത് തുടങ്ങി വെച്ചാൽ നല്ലതാണ്. കൊണ്ടുപഠിക്കുന്നതിനേക്കാൾ നല്ലത് കണ്ടുപഠിക്കാൻ. അപ്പൊ നമുക്ക് അതൊരു ധൈര്യം തരുന്നു പറയണം. ഞാൻ തമാശ പറയുന്നതല്ല. സൂര്യൻ ഉദിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴേക്കും അമ്പലത്തിൽ അന്തരീക്ഷമൊക്കെ മാറിയിരിക്കും. നിങ്ങൾ നോക്കൂ, പുലർച്ചയ്ക്ക് പോകുന്നതും അതിനുശേഷവും പോകും തമ്മിൽ ഈ പോകുന്നവർക്കറിയാം അതിന്റെ അനുഭൂതി എന്താണെന്നുള്ളത്. ആ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പോയി കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോവില്ല, വിചാരിച്ചാൽ പോലും പറ്റില്ല എന്നേക്ക്. അതിൽ തന്നെ ആ രാവിലെ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള അന്തരീക്ഷം ഉണ്ടല്ലോ, ആ സമയത്തുള്ള ആ ബ്രഹ്മമുഹൂർത്തത്തിന്റെ ശക്തമായ വൈബ്രേഷൻ നമ്മൾ അതിലേക്ക് പിടിച്ചെടുക്കുന്നവരെയാണ്. ഇതൊക്കെയാണ് പൂർവികന്മാര് ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ അമ്പലത്തിലൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പോവുള്ളൂ, അതിനുശേഷം പിന്നെ പോവില്ല. അതിനുശേഷം പിന്നെ എവിടെ പോയിട്ട് കാര്യം, എന്ത് പോയിട്ട് കാര്യം? അതിനു മുമ്പെല്ലാം തീർത്തിരിക്കണം എന്ന് പറയാം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് പിന്നെ നാമം ചൊല്ലലും അതൊക്കെ അപ്പം ഭാഗവതം വായിക്കലൊക്കെ അപ്പം ചെയ്യണമെന്ന് പറയണം. ഏതായാലും ഇങ്ങനെയൊക്കെ അനുഷ്ഠിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ എളുപ്പോ ആധ്യാത്മികമായി ഉയരാൻ പറ്റും. എന്താണ് ആധ്യാത്മിക ഉയർച്ച എന്ന് പറഞ്ഞാൽ? മാനസികമായി കരുത്തുള്ളവരായിത്തീരും. പിന്നെ അനുകൂലമായാലും പ്രതികൂലമായാലും അനുഭവങ്ങൾക്ക് നമ്മളെ പരീക്ഷിച്ച് തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് നമുക്ക് ഓർമ്മ വരും. അതിനുശേഷം പിന്നീട് അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെ 9 ചോദ്യങ്ങൾക്ക് 9 ഉത്തരം പറഞ്ഞ് നവയോഗി സംവാദം ഉപസംഹരിപ്പിച്ചതിന് ശേഷം, ഇത് നാരദ വസുദേവ സംവാദമാണെന്ന് ഞാൻ പറയുണ്ടായി. നാരദ മഹർഷി പറയുകയാണ്, അതുകൊണ്ട് എന്റെ വസുദേവ, ദേവകീദേവി, അവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃഷ്ണനെ പുത്രനായി കണ്ടതാണ് അങ്ങയുടെ ജീവിതത്തിന്റെ വലിയ പരാജയം. അതുകൊണ്ട് ഇനിയെങ്കിലും മാ അപത്യബുദ്ധിമകൃത കൃഷ്ണേ സർവാത്മനീശ്വരേ മായാമനുഷ്യഭാവേന ഗൂഢൈശ്വര്യേ പരേവേ. മാ അപത്യബുദ്ധി, അപത്യബുദ്ധി, കുട്ടിയാണ് എന്റെ പുത്രനാണെന്ന ബുദ്ധിയെ എടുത്തു കളഞ്ഞിട്ട് എന്തു വേണം? ഭഗവാൻ എന്റെ ഗുരുവാണ്, എന്റെ ഈശ്വരനാണ്, എന്റെ സർവസ്വമാണെന്ന ഭാവനയിലേക്ക്, ആ ഭാവത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കൂ. അപ്പൊ ഈ കുട്ടിയായിട്ടിരിക്കുന്നതൊക്കെയോ പറയുന്നു, മായാ മനുഷ്യഭാവേന, ഒരു കാലത്തിന്റെ നിശ്ചയമെന്ന വണ്ണം നിങ്ങളുടെ ഭാര്യയിലൂടെ, നിങ്ങളുടെ ബീജത്തിലൂടെ ഭഗവാൻ വന്നു എന്ന് കരുതിയാൽ മതി. പക്ഷെ എന്റെ കുട്ടിയാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച് ആ കുട്ടി എന്നെ രക്ഷിക്കും എന്നൊന്നും കരുതിപ്പോകരുത്. നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. ഇത് പറഞ്ഞിട്ട് ഭാഗവതം പറയുന്നു, ഏതൽ ശ്രുത്വാ മഹാഭാഗോ വസുദേവോതി വിസ്മിത ദേവകീച്ച മഹാഭാഗാ ജഗതോ മോഹമാത്മന. ഇപ്രകാരം ദേവകീദേവിയും വസുദേവരും നാരദ മഹർഷിയിൽ നിന്നും ഇത് കേട്ട് തങ്ങളുടെ മനസ്സിനെ മോഹിപ്പിച്ച ആ വേദനകളിൽ നിന്നും മുക്തരായിത്തീർന്നു എന്ന് പറയാണ്. ഈ ഭാഗം ഉപസംഹരിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ കടക്കുന്നത് ഉദ്ധവോപദേശത്തിലേക്കാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ ബ്രഹ്മാവും പരമശിവനും ദേവന്മാരെല്ലാം ബ്രഹ്മാവിന്റെയും പരമശിവന്റെയും നേതൃത്വത്തിൽ ദ്വാരകയിലേക്ക് വരികയാണ്. 125 വർഷം പൂർത്തിയാക്കിയ ഭഗവാനെ ഒന്ന് കാണാൻ. എന്താ ഭഗവാനും ഇന്നിപ്പോ ഷഷ്ടിപൂർത്തി, ശതാബ്ദി, അതുപോലെ തന്നെ 125 വർഷത്തിന്റെ ആഘോഷം ഇന്നവരാരും ആഘോഷിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വല്ല ആഘോഷത്തിലും പങ്കെടുക്കാനാണോ? അല്ല, ഭഗവാനോടൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ. എന്താണ്? ഭൂമിയുടെ ഭാരമൊക്കെ തീർന്നു, ഭൂമിദേവി ധന്യയായി, ഇനി അവിടുത്തെ അവതാരം അങ്ങക്ക് ഉപസംഹരിപ്പിക്കാം എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം, ഇതാണ് ആവശ്യം. അങ്ങനെ അവർ ദ്വാരകയിലെത്തുന്നു. ആ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവാൻ അവരോട് പറഞ്ഞു, ദേവന്മാരെ, എനിക്കറിയാം
ഈ അവതാരലീല ഉപസംഹരിപ്പിക്കാറായി എന്നുള്ളത്, കാലം നിശ്ചയിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് ഷോ കൂടിയുണ്ട്. അതെന്താ ലാസ്റ്റ് ഷോ? ഏതൊരു കുലത്തിലാണോ ഞാൻ അവതരിച്ച് ലീലകളാടാൻ നിശ്ചയിച്ചത്, ആ കുലം ഇന്ന് ഭൂമിക്ക് ഭാരമായി തീർന്നിട്ടുണ്ട്. അതിനെ ഒന്ന് തട്ടി മാറ്റിയിട്ട് വേണം ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ. അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. ഉചിതമാകും സമയത്ത് അത് നടക്കുന്നു. അങ്ങനെ ദേവന്മാരെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അവരെ യാത്രയാക്കി. അതിനുശേഷം ഭഗവാൻ തന്റെ അവസാനത്തെ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. 125 വർഷം ഈ ഭാരതഭൂമിയിൽ അവതരിച്ച് ലീലയാടിയ അത്ഭുത പുരുഷനായ, ഭഗവത്ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയും തന്റെ ചൈതന്യത്തെ ലോകമെങ്ങും നിറച്ച ആ ഭഗവാൻ കൃഷ്ണൻ താൻ തന്നെ നേതൃത്വം കൊടുത്ത് നിർമ്മിച്ച ആ ദ്വാരകയിലെ പ്രധാന സഭയായ സുധാമയിലേക്ക് എല്ലാ യദുമുഖ്യന്മാരെയും വിളിച്ചു വരുത്തി അവരോട് അവസാനമായി പറയുകയാണ്, ഈ യദുക്കളെ, നിങ്ങൾ കാണുന്നുവല്ലോ കാലത്തിന്റെ ദോഷം. എവിടെ നോക്കിയാലും ദുർനിമിത്തങ്ങളും ദുരന്തങ്ങളും ദുഃഖങ്ങളും കാണുന്നുവല്ലോ. കുട്ടികൾ തമ്മിലടിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുവല്ലോ. അതുകൊണ്ട് ഞാൻ കാണുന്നു ഈ ദ്വാരക മുഴുവൻ കടലിലേക്ക് പോകുന്നത്. അന്നേ ഭഗവാൻ കണക്കാക്കിയിട്ടുണ്ട് സുനാമി വരും എന്നുള്ളത്. സുനാമിയിൽ ദ്വാരക മുഴുവൻ പോകുന്നത് ഞാൻ കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി ദ്വാരകയിലിരിക്കരുത്. ഈ ദ്വാരക ഏത് നിമിഷവും കടലിലേക്ക് പോവാവുന്നതാണ്. എത്രയും വേഗം ഇവിടെ നിന്ന് പ്രഭാസ തീരം എന്ന് പറയുന്ന കടൽ തീരത്തേക്ക് നമ്മൾ പോവേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ആരോടും ഒരു ബന്ധവും കാണിക്കാതെ, ഒരു സ്നേഹവും കാണിക്കാതെ, ആരോടും യാത്ര പറയാതെ സ്വന്തം സഹോദരനായ ബലരാമസ്വാമിയോടും തനിക്ക് ഏറ്റവും പ്രിയനായ അർജുനനോടും അതിലേറെ പ്രിയനായ ബുദ്ധിസത്തമനായ ഉദ്ധവരോട് പോലും അച്ഛനെയും അമ്മയൊക്കെ മനസ്സുകൊണ്ട് വിട്ടു, പത്നിമാരെയൊക്കെ മനസ്സുകൊണ്ട് വിട്ടു, ആരോടും തനിക്ക് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഭഗവാൻ അവസാനമായി തന്റെ സുധാമ എന്ന് പറയുന്ന സഭയിൽ നിന്ന് താഴോട്ടിറങ്ങി പറയാണ്. യദുക്കളൊക്കെ നിശ്ചലരായി. അവരൊക്കെ കൽത്തൂണുകൾ പോലെ ഭഗവാനെ നോക്കി നിന്നു. എന്താ ഒന്നും പറയുന്നില്ല ഭഗവാൻ, ഞാൻ കുലത്തെ രക്ഷിക്കാമെന്നോ ഈ കുലം രക്ഷിക്കാൻ സാധിക്കുമെന്നോ ഒന്നും പറയുന്നില്ല. അങ്ങനെ യദുക്കളും മൗനമായിട്ട് അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഭഗവാൻ ഇറങ്ങുന്ന സമയത്ത് ഉദ്ധവരുടെ ഉള്ളിൽ ഭയത്തിന്റെ നിഴലാട്ടം വന്നു. മിന്നലുകൾ മിന്നാൻ തുടങ്ങി. ഉദ്ധവര് ഭഗവാന്റെ പുറകിൽ നടന്നു ചെന്ന് ഭഗവാൻ പ്രഭാസ തീരത്തിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ആ ഭഗവാന്റെ പാദത്തിൽ ചെന്നൊരൊറ്റ വീഴ്ചയാണ്. ഭഗവാൻ നോക്കുമ്പോൾ തന്റെ ഏറ്റവും പ്രിയനായിരിക്കുന്ന, തനിക്ക് ഏറ്റവും സുഹൃത്തായിരിക്കുന്ന ബുദ്ധിസത്തമനായ, ബുദ്ധിമാന്മാരിൽ വെച്ച് ബുദ്ധിമാനായ താൻ അഴിച്ചിടുന്ന വസ്ത്രം പിറ്റേ ദിവസം അത് തനിക്കുള്ളതാണെന്ന് കണക്കാക്കി എടുത്തു ധരിക്കുന്ന ആ ഉദ്ധവരെ ഭഗവാൻ എടുത്തു പിടിച്ച് ആലിംഗനം ചെയ്തപ്പോ ഉദ്ധവര് പൊട്ടിക്കരയാൻ തുടങ്ങി. ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഭഗവാനെ അനുഗ്രഹിക്കണം, അങ്ങ് ഈ ഭൂമിയിൽ നിന്നും ശരീരം വിട്ടുപോവുകയാണെന്ന് ഞാൻ കാണുന്നു. ഈ വംശം മുഴുവൻ ഒടിഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നു. ഇതൊക്കെ അങ്ങക്ക് അറിയാമായിരുന്നിട്ടും അങ്ങ് രക്ഷിക്കാൻ പോകുന്നില്ല എന്നും ഞാൻ അറിയുന്നു. ഒരു പരമാർത്ഥം ഞാൻ പറയാം, അങ്ങ് വിട്ടുപോയ ഈ ഭൂമിയിൽ ഉദ്ധവര് ജീവിച്ചിരിക്കും അങ്ങ് തോന്നരുത്. പിന്നെ ഈ ഉദ്ധവൻ ഇവിടെ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് എനിക്കൊരു വിനീതമായ അപേക്ഷയുണ്ട്. എന്താണത്? നാഹം തവാംഗ്രികമലം ക്ഷണാർദ്ധമപി കേശവ തെക്തും സമുത്സഹേ നാഥ സ്വധാമനയ മാമപി അഹം തേ അംഗ്രികമലം ക്ഷണാർദ്ധമപി തെക്തും ന സമുത്സഹേ. ഭഗവാനെ, അവിടുത്തെ ആ അംഗ്രികമലത്തെ, പാതാരവിന്ദത്തെ ഒരു ക്ഷണനേരത്തേക്ക് പോലും വിട്ടുനിൽക്കാൻ ഈ ഉള്ളവന് സാധ്യമല്ല. അതുകൊണ്ട് എന്നെ കൂടി സ്വധാമനയം, എന്നെ കൂടി ഭഗവാനെ അവിടുത്തെ സ്വധാമത്തിലേക്ക് കൊണ്ടുപോയാലും ഭഗവാനെ എനിക്കതുള്ള യോഗ്യത എന്താണ്? തവ ശയ്യാസനാടനസ്ഥാന സ്നാനക്രീഡാസനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താ ത്യജേമഹി. ഭഗവാനെ, ഏത് സമയത്താണ് നമ്മൾ വിട്ടിരുന്നിട്ടുള്ളത്? ഭക്ഷണം കഴിക്കുമ്പോൾ. എന്തിനേറെ ഇത്രയും പത്നിമാരുണ്ടായിട്ട് ഉദ്ധവര് പറയുന്നു, ഞാനല്ലേ അങ്ങയുടെ കൂടെ കിടക്കാറ് എന്നുള്ളത്. ഭഗവാനും ആ ഉദ്ധവരും അത്രയും ആത്മീയ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് കാണിച്ചു തരികയാണ്.
ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് നടക്കുക, രാജ്യകാര്യങ്ങൾ തുടങ്ങി അങ്ങയുടെ ദൂതനായിട്ടും സാരഥിയായിട്ടും പലതുമായിട്ട് ഭഗവാനെ ഞാൻ കൂടെ നടന്നില്ലേ? എന്നിട്ട് ഈ പ്രിയനെ വിട്ടുകൊണ്ട് എങ്ങനെ അങ്ങേക്ക് പോവാൻ തോന്നുന്നു? ഒരു സ്നേഹമുണ്ടെങ്കിൽ, അല്പം സ്നേഹമുള്ള ഒരാൾക്ക് അങ്ങനെ വിട്ടുപോവാൻ തോന്നുന്നു ഭഗവാനെ? എന്താ അങ്ങ് തീരെ കാരുണ്യം കാണിക്കാതെ എന്നെ വിട്ടുപോകുന്നത്? നോക്കൂ, ഇത്രയൊക്കെ പ്രിയനായിരിക്കുന്ന ഉദ്ധവരോട് പോലും ഭഗവാൻ സർവബന്ധങ്ങളും വിച്ഛേദിച്ചു എന്ന് പറഞ്ഞാൽ ആ ഉദ്ധവർക്ക് അപ്പോഴാ മനസ്സിലായത് ആ സ്നേഹത്തിന്റെയൊക്കെ ഒരു പരിമിതി എന്ന് പറയണം. ഇത്രയൊക്കെ തന്നോട് പ്രിയം കാണിച്ച ഭഗവാൻ തന്നെ പോലും മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നു. ഭഗവാനെ, എങ്ങനെ അങ്ങേക്കിത് സാധിക്കുന്നു പറയൂ? ആ ഭഗവാൻ ഉദ്ധവരെ ഒന്നുകൂടി ആലിംഗനം ചെയ്ത് ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവരെ, അങ്ങ് ചിന്തിക്കുന്നത് ശരിയല്ല. അങ്ങ് പറയുന്നതിൽ എവിടെയോ ചില വൈകല്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഉദ്ധവരെ ഉപദേശിക്കുകയാണ് ഭഗവാൻ. ഇവിടം മുതൽ ഉദ്ധവോപദേശം ആരംഭിക്കുന്നു. ഉദ്ധവരോട് ഭഗവാൻ പറയുന്നു, ജീവിതത്തിൽ 2 കാര്യങ്ങൾ ഉദ്ധവരെ നല്ലവണ്ണം ഉറപ്പിച്ചു വെക്കണം. ഒന്നാമത്തെ കാര്യം, നാം ആരെ സ്നേഹിക്കുന്നു, ആരെ പ്രിയമായി കരുതുന്നു, ആരൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു, അത് വെറും മനസ്സിന്റെ തോന്നലുകൾ മാത്രമാണ്. ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കണം, മനസ്സിന് ധൈര്യം കൊടുക്കണം. അപ്പൊ സ്നേഹം, അതുപോലെ പ്രിയത്വം എന്നൊക്കെ പറയുന്നത് ഇതൊരു വാസ്തവികമാണോ? ഇതൊരു റിയാലിറ്റിയാണോ? അതോ നമ്മൾ വാസ്തവികമല്ലാത്തതിനെ റിയാലിറ്റിയാക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുകയാണോ? സ്വയം ചോദിക്കേണ്ടതുണ്ട്. എന്തിനാ നമ്മൾ വേണ്ടാത്തത് ചിന്തിക്കുന്നത്? ഇത് വേണ്ടാത്തതല്ല, വേണ്ടതാണ്. ഇത് ചിന്തിച്ചാൽ എന്താ പരിഹാരം? അപ്പോൾ നമുക്ക് കാണാം, പ്രിയനിലും പ്രിയനായിട്ട് ഉദ്ധവരെ ആരാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാക്കി തീർക്കുന്ന ആ ഭഗവൽ ചൈതന്യം മാത്രമാണ്. അപ്പൊ ഭഗവൽ ശക്തി മാത്രമാണെങ്കിൽ പരമപ്രേമത്തോടുകൂടി, പരമസ്നേഹത്തോടുകൂടി ആ ഭഗവാനെ ദൃഢമായി സ്മരിക്കാൻ സാധിക്കണം. അത് മാത്രമാണ് ഇതിലുള്ള പരിഹാരം. അതിനെന്ത് വേണം? ഉദ്ധരേത്, അവനവൻ തന്നെ അവനവന്റെ മനസ്സിനെ അതിലേക്ക് ഉയർത്തണം. അപ്പൊ ഭഗവാൻ ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സജനബന്ധുഷു മയ്യാവേശ മനസ്സമ്യക് സമദൃക് വിചരസ്വകം. ഉദ്ധവരെ, ഇപ്പോ ആരെ പ്രിയമായി കാണുന്നുവോ, ആരെ സ്നേഹിക്കുന്നുവോ, അത് വെറും മനസ്സിന്റെ തോന്നലാണെന്ന് കരുതി ആ മനസ്സിനെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഏറ്റവും പ്രിയനായിട്ട്, ഏറ്റവും സ്നേഹിക്കേണ്ടവനായിട്ട്, പ്രിയം ആത്മാനം, അവനവന്റെ ആത്മസത്തയാണ്, ഭഗവത് ചൈതന്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കൂ. എന്നിട്ട് അങ്ങ് എവിടെ വേണമെങ്കിലും കറങ്ങിക്കോളൂ. അപ്പൊ അങ്ങയ്ക്ക് മനസ്സിലാവും, എനിക്ക് അങ്ങയെ ഉയർത്താൻ സാധ്യമല്ല, എനിക്ക് അങ്ങയെ കൊണ്ടുപോകാൻ സാധ്യമല്ല, അങ്ങയെ ഉയർത്താൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭഗവാനെ, അതെങ്ങനെ സാധിക്കും? അതിനെന്ത് വേണം? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിനാം ആത്മാനുഭവതുഷ്ടാത്മാ നാന്തരായേ വിഹന്യതേ. ജ്ഞാനവിജ്ഞാന സംയുക്ത, ജ്ഞാനവിജ്ഞാന സംയുക്തരായിത്തീരണം. ജ്ഞാനമെന്നാൽ ഇതൊന്നും പെട്ടെന്ന് നമുക്ക് ബോധിക്കില്ല. ഇത് ബോധിക്കുന്നത് വരെ നമ്മൾ ശ്രവണം ചെയ്യണം, കേൾക്കണം. അതുതന്നെ അതിനുള്ള മാർഗമുള്ളൂ. എന്നിട്ടത് വിജ്ഞാനമാക്കി മാറ്റണം. നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കിയിരുന്നു, അറിവിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ജ്ഞാനമെന്നും 2 വിജ്ഞാനമെന്നും. ഒന്നാമത്തത് കേട്ട് മനസ്സിലാക്കുക, കണ്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞത് അത് അനുഭവത്തിലൂടെ ഉറപ്പുവരുത്തുക. അനുഭവത്തിലൂടെ ഉറപ്പുവന്ന ജ്ഞാനത്തെയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. മറ്റതെല്ലാം ഇൻഫോർമേറ്റീവ് നോളജാണ്, വെറും ഇൻഫോർമേഷനാണ്. ഇന്ന് ലോകം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജ്ഞാനമല്ല. നമ്മുടെ പൂർവികന്മാര് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉറപ്പിച്ചു പറയുന്നു, നാം എന്ത് പഠിക്കുന്നു അതൊക്കെ വെറും ഇൻഫോർമേഷനാണ്. വാസ്തവത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത് അനുഭവത്തിന്റെ ജ്ഞാനമാണ്. അത് മറ്റൊരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, 2 ഘട്ടങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഒരു കുട്ടിയോട് നമ്മൾ പറയാണ്, കുട്ടി നീ ആ വിളക്ക് തൊട്ടാ ചൂടാവും, നിന്റെ കൈ പൊള്ളുമെന്ന് പറഞ്ഞാൽ കുട്ടിക്കത് വെറും ജ്ഞാനമാണ്. എന്ന് വെച്ചാൽ ഒരു ഇൻഫോർമേഷനാണ്.
എപ്പോ കുട്ടി ചെന്ന് ആ തീയിൽ കൈവയ്ക്കുന്നുവോ, അവന്റെ കൈ ചുടുന്ന സമയത്ത്, പൊള്ളുന്ന സമയത്ത് ആ അറിവ് അവന്റെ അനുഭൂതിയിൽ നിന്നുണ്ടാവുന്ന അറിവായിത്തീരുന്നു. അതിനെ വിജ്ഞാനം എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നീ തുടരണ്ട എന്നുള്ളത്. ഒരിക്കൽ അവൻ അടി കിട്ടിയാൽ മതി. ശരിയല്ലേ? അതുപോലെ ഇലക്ട്രിക് അതിൽ കൈകാര്യം ചെയ്യുമ്പോൾ നനഞ്ഞ കൈകൊണ്ട് നമ്മൾ പോയിട്ടൊരു ലൂസ് പ്ലഗ് തൊടുന്നു വിചാരിക്കുക. ഒരിക്കൽ അടി കിട്ടിയാൽ പിന്നെ നിങ്ങൾ നനഞ്ഞ കൈ കൊണ്ട് തൊടില്ല. തൊടുവോ? പിന്നെ നിങ്ങൾ കൈയെല്ലാം നന്നായിട്ട് ഉണക്കി തുടച്ച് എന്നിട്ട് പോയിട്ട് തൊടും. കാരണം നിങ്ങൾക്കറിയാം ഒരടി കിട്ടിയതാണെന്ന്. ഇനി അടി കാര്യത്തിലാവുന്നുള്ളത്. ശരിയല്ലേ? ഒരിക്കലും നിങ്ങൾ ഇസ്തിരിപ്പെട്ടിയൊക്കെ വെച്ച് അയൺ ചെയ്യുന്ന സമയത്ത്, ഫോൺ വന്ന സമയത്ത് ഓടി ഫോണൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പണി. ഡ്രസ്സൊക്കെ ഇന്ത്യൻ മാപ്പ് പോലെയൊക്കെ വട്ടത്തിലായിട്ടുണ്ട്. ഒരിക്കൽ നിങ്ങൾക്ക് ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, അനുഭവത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, പിന്നെ ആര് ഫോൺ ചെയ്യുമ്പോഴും ആദ്യം നോക്കി ഇത് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനെയൊക്കെ വേണ്ട രീതിയിൽ വെച്ചിട്ടേ നിങ്ങൾ പോവുള്ളൂ. കാരണം അനുഭവത്തിന്റെ അറിവ് നിങ്ങളെ അത് കറക്റ്റ് ചെയ്യാൻ പരിശീലിപ്പിക്കും. ഒരിക്കൽ നിങ്ങൾ ഗ്യാസൊക്കെ തുറന്നു വെച്ച് അടുപ്പത്ത് പാലൊക്കെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ആരോ കോളിംഗ് ബില്ലടിച്ചപ്പോൾ പോയി ചെന്ന് പിന്നെ മീനാക്ഷിക്കുട്ടിയുടെ മോളുടെയും ഭർത്താവിന്റെയും പേരക്കുട്ടിയുടെയൊക്കെ വർത്താനം പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഗ്യാസിന്റെ പാട്ടിലും പാലിന്റെ പാട്ടിലും പോയിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ ആ അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ഏത് മീനാക്ഷിക്കുട്ടിയല്ല ഏത് സാവിത്രിക്കുട്ടി വിളിച്ചാലും അത് ഓഫ് ചെയ്തിട്ട് തന്നെ നമ്മൾ പോവുള്ളൂ. ശരിയല്ലേ? ആ അനുഭവം നമ്മളെ കറക്റ്റ് ചെയ്യാൻ പരിശീലിപ്പിക്കും. നേരെ മറിച്ച് നിങ്ങൾ കുട്ടിയോട് പറയാം, മോളെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പോണട്ടോ എന്ന്. ആ കുട്ടി ആ സമയം ഓഫ് ചെയ്തു എന്ന് വരും. പക്ഷെ വേറൊരു സമയത്ത് അവള് ഗ്യാസൊക്കെ തുറന്നു വെച്ചിട്ട് തന്നെ പോകും. കാരണം അനുഭവം വന്നിട്ടില്ല പ്രിയാണ്. അനുഭവം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഭവം തന്നെ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കും. ഒരാളിങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്നൊരു ഫോൺ വരുന്നത്. ആവേശത്തിൽ അയാൾ അയൺ ബോക്സ് എടുത്തിട്ടാണ് ഹലോ എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടാവേണ്ട അനുഭവം പറയണ്ടല്ലോ. മറന്നുപോയി സംഗതി മറ്റൊരടുത്ത് വെക്കേണ്ടതെന്നുള്ളത്. ഏതോ ചിന്തയിലായിരുന്നു ആശ. ഇതെടുത്തിട്ട് വെച്ച് ഹലോ എന്നല്ല പറഞ്ഞത്. പിന്നെ പറയാലോ എന്താ അങ്ങനെ അലറുണ്ട്. അപ്പൊ അടുത്താളെ അവിടുന്ന് ചോദിക്കുന്നത് എന്താ നീ അലറുന്നത് രാവിലെ തന്നെ എന്ന്. എന്തെങ്കിലും മറുപടി പറയാൻ പറ്റും. അപ്പോഴേക്കും ഭാര്യയ്ക്ക് ഓടി വന്നൊക്കെ മുഖമൊക്കെ പൊള്ളിച്ച് ആകെ നാശമായിട്ടുണ്ട്. ഡോക്ടർ ചോദിച്ച് എന്താ പറ്റിയതെന്ന്. ഒരു കുരുത്തം കെട്ടവൻ ഫോൺ ചെയ്താൽ രാവിലെ തന്നെ എന്ന്. ഫോൺ ചെയ്താൽ എങ്ങനെ മുഖം ഇങ്ങനെ വീർക്കാന്ന്. ആ ബോധമില്ലാതെ അയൺ ബോക്സ്. അങ്ങനെ ഒരിക്കൽ അയൺ ബോക്സ് വെച്ച ഒരാൾക്ക് പിന്നെ അയൺ ചെയ്യുമ്പം ആര് ഫോൺ ചെയ്താലും പിന്നെ വെക്കുകയാൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് ജ്ഞാനം എന്നാൽ ആദ്യം കേട്ട് മനസ്സിലാക്കണം. പിന്നെ സ്വാനുഭവത്തിലൂടെ നമ്മൾ ഉറപ്പിക്കണം. അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിക്കണോ, മുത്തച്ഛൻ മരിക്കണോ. അപ്പൊ നമ്മൾ ചോദിക്കുക, ഇപ്പൊ ഭാര്യയുണ്ട് കൂടെ, മക്കളുണ്ട് കൂടെ, ഇതൊക്കെ ഇതുപോലെ പോകുന്നതല്ലേ? പിന്നെ ഞാൻ എന്തിന് അതിലൊക്കെ കൂടെ ഉണ്ടാവണമെന്നൊക്കെ മോഹിക്കുന്നു? അവരൊക്കെ നാളെ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് എന്തിനു മോഹിക്കണം? ഞാൻ എന്തിന് അവർക്കൊരു ഭാരമായി തീരണം? ഞാൻ അവരിൽ നിന്ന് എന്തിന് സ്നേഹവും മറ്റും പ്രതീക്ഷിക്കണം? ഇതൊക്കെ സ്വയം ചോദിക്കാൻ സാധിച്ചാൽ, അനുഭവത്തെ അറിവാക്കി മാറ്റാൻ സാധിച്ചാൽ, നമ്മൾ ആർക്കും ഭാരമായി തീരില്ല പ്രിയണം. അല്ലെങ്കിൽ നമുക്കും ഭാരമായി തീരും, നമ്മുടെ വീട്ടിനും ഭാരമായി തീരും. അങ്ങനെ ശാപത്തിന്റെ ജീവിതം നയിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞിട്ട് ഉദ്ധവരോട് പറഞ്ഞപ്പോ ഉദ്ധവർ ചോദിക്കുകയാണ്, ഭഗവാനെ, ഈ പറയുന്നതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, ഇത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നല്ല പ്രയാസമുണ്ട്. കാരണം ഇന്ന് കൂടെയുള്ളവരിൽ നിന്നൊക്കെ മനസ്സിനെ മാറ്റി ഈശ്വരനെ സ്നേഹിക്കുക എന്നൊക്കെ പറയാൻ ഇത്തിരി എളുപ്പമുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ അത് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമില്ലേ? ത്യാഗോയം ദുഷ്കരോപൂമൻ. ത്യാഗം എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഉദ്ധവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാണ്. ഇവിടെ മുതൽ ഉദ്ധവർ ചോദ്യം ചോദിക്കും, ഭഗവാൻ ഉത്തരം പറയും. ഏറെക്കുറെ 21ഓളം ചോദ്യങ്ങൾ ഉദ്ധവര് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ഭഗവാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉത്തരം പറയുന്നു. ഈ ഭാഗങ്ങളെയാണ് ഉദ്ധവ ശ്രീകൃഷ്ണ സംവാദം എന്ന് പറയുന്നത്. അവർ തമ്മിലൊരു സംവാദം നടത്തുകയാണ്, ചോദ്യോത്തരങ്ങൾ പറയാണ്. ഉദ്ധവർക്ക് ഈ ചോദ്യം ചോദിച്ചപ്പോഴേ മനസ്സിലായി, ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ഉദ്ധവരുടെ ഭാവത്തിലിരുന്നിട്ടാണ്, ഭഗവാന്റെ ഒരു സുഹൃത്തെന്നും ഭഗവാന്റെ പ്രധാനമന്ത്രി എന്ന തലത്തിൽ നിന്നാണ്. ഈ ഭാവത്തിലല്ല ഞാൻ ചോദ്യം ചോദിക്കേണ്ടത്. ഇനി മുതൽ എന്റെ ജീവിതത്തെ പരിവർത്തനം ചെയ്യണമെങ്കിൽ, മരിക്കുന്നതുവരെ ആനന്ദത്തിലേക്ക് ഉയർത്തണമെങ്കിൽ ഞാൻ ഒരു ശിഷ്യനായി തീരണം എന്ന് ഉദ്ധവരുടെ മനസ്സ് പറയുന്നു. തന്റെ എല്ലാമെല്ലാമായ കൃഷ്ണന്റെ മുന്നിൽ ഒരു നിമിഷം ഉദ്ധവര്, ഭഗവാനെ ഉപദേശിക്കുന്ന ഉദ്ധവര്, പ്രധാനമന്ത്രിയായിട്ട് ഒരു സിംഹാസനത്തിലിരുന്ന ഉദ്ധവര്
ഭഗവാന്റെ മുന്നിൽ വിനീത ശിഷ്യനായിക്കൊണ്ട് നമസ്കരിക്കുന്ന ഒരു ചിത്രം ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. തസ്മാൽ ഭവന്തമനവദ്യമനന്തവാരം സർവജ്ഞമീശ്വരമകുണ്ഡവികുണ്ഡധിഷ്ണ്യം നിർവിന്നതീരമുഖവൃജിനാപി തത്തോ നാരായണം നരസകം ശരണം പ്രപദ്യേ. നാരായണം നരസകം ശരണം പ്രപദ്യേ. നാരായണ രൂപത്തിൽ, ഗുരുനാഥന്റെ രൂപത്തിൽ എന്റെ മുന്നിലിരിക്കുന്ന ഭഗവാനെ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ഉദ്ധവര് ഒരു ശിഷ്യഭാവത്തിലേക്ക് താഴുന്നു. ഗീതയിൽ നിങ്ങൾക്ക് ഇതുപോലൊരു സന്ദർഭം കാണാം. അർജുനൻ ധാർഷ്ട്യത്തോടുകൂടി ഭഗവാനോട് പറഞ്ഞു, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ. അർജുനൻ തന്നെ തന്റെ മാനസികമായൊരു വിഭ്രാന്തിയിൽപ്പെട്ടപ്പോ അർജുനന് മനസ്സിലായി താനൊരു ശിഷ്യനായിത്തീരണമെന്ന്. അവിടെ വെച്ചിട്ട് അർജുനൻ പറയുന്നു ഭഗവാനോട്, കാർപ്പണ്യദോഷോപഗത സ്വഭാവം പൃച്ഛാമി കാർപ്പണ്യദോഷോപഗത സ്വഭാവം പൃച്ഛാമി ത്വാം ധർമ്മ വിമൂഢചേത. ഞാൻ ധർമ്മത്തെ മനസ്സിലാക്കാൻ പറ്റാതെ വിമൂഢചേതനായി നിൽക്കുമ്പോ അങ്ങനെയുള്ള എനിക്ക് ഭഗവാനെ പറഞ്ഞു തന്നാലും യശ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹി തന്നെ. എന്റെ ശ്രേയസ്സിന് ഏതാണ് നല്ലതെന്ന മാർഗം എനിക്ക് പറഞ്ഞു തരൂ. കാരണം ശിഷ്യസ്തേഹം ശാതിമാം ത്വം പ്രപന്നാം. അവിടുത്തെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച ഒരു ശിഷ്യനാണെന്ന് അർജുനൻ ഭഗവാന്റെ മുന്നിൽ ശിഷ്യഭാവത്തിലേക്ക് വരുന്നു. നമ്മുടെ ജീവിതത്തിലും ഉയരാനുള്ള മാർഗം എളിമയാണ്. എളിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറായാൽ തന്നെ നമ്മളെ ഉയർത്താൻ ഈ ലോകത്തിൽ അനവധി ആളുകളുണ്ട്. പക്ഷേ എല്ലാം അറിയാമെന്ന ഭാവത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും സഹായിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, നമ്മളെ അധപ്പതിപ്പിക്കുന്നത് നമ്മൾ തന്നെയാവും. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ഒരു ശത്രു എന്ന് പറയുന്നത് എല്ലാം അറിയാ എന്ന ഭാവമാണ്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ വട്ടപൂജ്യവുമാണ്. എല്ലാം അറിയുന്ന ആളുകളെപ്പോലെ നമ്മൾ ജീവിക്കും. എല്ലാം അറിയും നമുക്ക്, എന്നാൽ ഒന്നും ഒട്ടും അറിയില്ല. ചില ആളുകളുണ്ട് ചില കാര്യങ്ങളിലൊക്കെ വളരെ നിഷ്കർഷയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി ചെന്നാൽ പറയും, സ്വാമി 5 തിരിയിടണ്ടേ എന്നൊക്കെ ചോദിക്കും. ഞാൻ ചോദിക്കും, എന്തിനാ ഈ 5 തിരിയിടേണ്ടത്? അതൊന്നും എനിക്കറിയില്ല 5 തിരിയിടണ്ടേ എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് അതൊക്കെ അറിയാം, 5 തിരിയിടണം എന്തിനാണെന്നറിയില്ല. അതങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് അറിയോ അതിനെക്കുറിച്ച്? എന്നാ മിണ്ടാതിരിക്കുക. അത് ചെയ്യില്ല. അല്പജ്ഞാനം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവാത്തോടത്തോളം കാലം നമ്മുടെ തലമുറകളെയൊന്നും നമുക്ക് പരിവർത്തനം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ അതിനെന്ത് വേണം? നമ്മൾ പഠിക്കാൻ തയ്യാറാവണമെങ്കിൽ ആ വിനയഭാവത്തിലേക്ക് നമ്മൾ വരണം എന്ന് പറഞ്ഞ് ഇനി നമ്മൾ കടക്കുന്നത് ഉദ്ധവ ശ്രീകൃഷ്ണ സംവാദത്തിലേക്കാണ്. അതിലാദ്യം തന്നെ ഭഗവാൻ ആ ഉദ്ധവർക്ക്, ഇപ്പോ ശിഷ്യനായി തന്റെ മുന്നിലിരിക്കുന്ന ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ഭാഗമാണ് 24 ഗുരുക്കന്മാരുടെ തത്വം. ഭാഗവതത്തിലെ മനോഹരമായൊരു ഭാഗമാണ് 24 ഗുരുക്കന്മാരുടെ തത്വം.